എന്ന് പറഞ്ഞ ഗ്രന്ഥ ലേഖനമായിട്ട് നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ പൗലോസിലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ വചനങ്ങളാണ്. പൗലോസിനോട് കൃത്യമായിട്ട് പറയുകയാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറഞ്ഞാൽ, ജീവിക്കുകയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ ഉള്ളവനായിട്ട് ജീവിക്കും. മരിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു നേട്ടമാണ്. കാരണം മരിച്ചതിന് ശേഷം ക്രിസ്തുവിനോട് കൂടെ എനിക്കായിരിക്കാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിനുള്ളതാണ് എന്നുള്ളൊരു ബോധ്യം പൗലോസിലേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരണത്തെ പൗലോസിനെ ഭയപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് മരണങ്ങൾ നേരിൽ കണ്ട പൗലോസിനെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് മരിക്കുക എന്ന് പറഞ്ഞ നേട്ടമാണ്. കാരണം എന്താണ്? മരണത്തിന് ശേഷം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇഷ്ടം. പക്ഷെ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ച് ആവശ്യമാണെങ്കിൽ ഞാൻ ശരീരത്തിൽ തുടരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസിനെ പറയുകയാണ്. മരണത്തെ തേടിയില്ലാത്തൊരു മനുഷ്യനെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഒരാളെ പരമാവധി ഭീഷണിപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല, കുന്നുകളയും എന്ന് പറഞ്ഞിട്ടാണ്. പൗലോസിനോട് പറയുകയാണ്, എനിക്ക് മരണം നേട്ടമാണ്. കാരണം എന്താണ്? മരിച്ചാലും ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് മരണം എനിക്ക് നേട്ടമാണെന്ന് പറയുന്നത്. സ്നേഹമുള്ളവർ, ഇന്നത്തെ ലേഖനഭാഗങ്ങളുടെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഈ പൗലോസിനയുടെ വിശ്വാസം നമുക്കൊരു മാതൃകയായി. പൗലോസിനെ പോലെ ജീവിച്ചാലും മരിച്ചാലും ഞാൻ ദൈവത്തിനുള്ളതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട്, ജീവിതത്തെക്കാളും മരണത്തെക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.